ബിജുജി പിള്ള, ഡോക്ടർ ബിജുജി പിള്ള അവരെ ഏറെ ആദരവോടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്തു. അടുത്തതായി ഏറെ ബഹുമാന്യനായ വൈസ് ചാൻസലർ അദ്ദേഹമാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജഗതി രാജ് VP അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആനന്ദമായ യോഗയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. സംബോധ് ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന, അതും യോഗയും ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേരളത്തിലല്ല ഇന്ത്യയിലുടനീളം വിരാജിക്കുന്ന ഒരു സംഘടനയുടെ കേരളത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായ സ്വാമിജി, വളരെ ആരാധ്യനായ സ്വാമിജി അധ്യാത്മാനന്ദ സരസ്വതി അവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആനന്ദമായ യോഗയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. ആ ഡോക്ടറേറ്റ് കിട്ടിയ ശ്രീലക്ഷ്മി PJ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്ത നമ്മുടെ ഡോക്ടർ ആത്മദേവ് ദാമോദർ സാറാണ്. ഞങ്ങളുടെയൊക്കെ ആചാര്യനായ അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. നമ്മുടെ യോഗ കോൺക്ലേവിൽ ഏറ്റവും ആനന്ദമായ യോഗ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതൊരു വഴിയാണ്. ആനന്ദം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഉദ്ദേശിക്കുന്നത്. നിരവധി പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഇനി പറഞ്ഞതുപോലെ അടുത്ത പ്രാവശ്യവും നമ്മുടെ പരിപാടികൾ നമ്മുടെ സ്വാമിജിയുടെ ആശ്രമത്തിൽ ചെയ്യണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ദൈവത്തെ ചിരിപ്പിക്കാൻ ഉള്ള മാർഗമായിരിക്കാം നമ്മൾ നാളത്തെ പ്ലാൻ പറയുന്നു, അപ്പോൾ ദൈവം ചിരിക്കുമായിരിക്കും. എങ്കിലും സ്വാമിജി നമ്മൾ ചിരിക്കത്തില്ല. സ്വാമിജി ചിരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്വാമിജിയുടെ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നമ്മൾ പരാജയപ്പെടുന്നില്ല, ഇനിയും നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ സ്നേഹത്തോടെ കരുതുന്നു. ആദരവോടെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സർവാദരണീയനായ ജഗതി സാറിനെ ക്ഷണിക്കുന്നു. വിനീതമായ നമസ്കാരം. ശരിക്കും യോഗ എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ വികസനത്തിൻ്റെ ഒരു ദർശനമാണ്, ജീവിതത്തിൻ്റെ ഒരു പരിവർത്തനത്തിനുള്ള ഒരു ഉപാധി കൂടിയാണ്. മുന്നിൽ വെച്ചിട്ട് നമുക്കൊരു സമഗ്ര സാമൂഹിക മുന്നേറ്റം പോലും യോഗ കൊണ്ട് പറ്റും. അത് ഇത്രയും പറഞ്ഞുകൊണ്ട്, അതുപോലെ ആരോഗ്യമുള്ള മനുഷ്യർ, ബോധമുള്ള സമൂഹം, ശാന്തോശക്തമായ രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഒരു ശാന്തമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ല ശക്തമായ ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റും. ഒരു ശക്തമായ കുടുംബം ഉണ്ടാക്കിയാൽ നല്ല ഒരു ശ്രദ്ധയുള്ള സമൂഹം ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധയുള്ള സമൂഹം ഉണ്ടെങ്കിൽ നമ്മളൊരു പുരോഗമിക്കുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് യോഗ എന്ന് പറഞ്ഞത് വ്യക്തിത്വ വികസനത്തിൻ്റെ ശാസ്ത്രമാണ്. അതുവഴി നമുക്കൊരു നല്ല രാഷ്ട്രം നിർമ്മിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യോഗ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എന്നീ അവസരം വിളിച്ച് എല്ലാവർക്കും നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട് സ്വാമിജി. ആരാധനായ വൈസ് ചാൻസലർ ആരംഭിച്ചത് അദ്ദേഹത്തിന് ഇങ്ങനൊരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള യോഗ്യതയെ സംശയിച്ചുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹം തീർത്തും അതിന് യോഗ്യനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് പ്രൂവ് ചെയ്തു. അദ്ദേഹം യോഗ ചെയ്യുന്നില്ല, ചെയ്യാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു.
ഈ ട്രൈ ചെയ്യുന്നതാണ് പ്രശ്നം എന്നാണ് സ്വാമിയുടെ ഒരു പക്ഷം. അവിടെ കുറച്ച് കുട്ടികളുമായിട്ട് ഒന്നിച്ചിരിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട്. അപ്പൊ അവരോട് ഖലീൽ ജിബ്രാനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയായിരുന്നു. ഖലീൽ ജിബ്രാന്റെ ഒരു ഫേമസ് സേയിങ് ഉണ്ട്, if you say I will try my level best, that means you are not seriously intended to do that. ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ശുഭാശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാധ്യതകളുടെ മുന്നിൽ പ്രണാമം അർപ്പിച്ച് വിരമിക്കുന്നു. അതിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെന്ന് കരുതിയിട്ട് തളരാൻ പാടില്ല, വളരണം. ആ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, പ്രാണായാമം പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, സമയമില്ലെങ്കിൽ പോലും ട്രാവലിംഗ് ടൈമിൽ തന്നെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് നമ്മളാണെന്ന് പോലും മറന്നുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. വളരെ ഊർജ്ജസ്വലരായിട്ട് തന്നെ അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച, എന്നെ ഇത്രയും പറയാൻ അനുവദിച്ച എല്ലാവരോടും നന്ദി. ഇത്രയും ഞാൻ കേട്ടത് നിങ്ങളോടും നന്ദി, ഒരായിരം നന്ദി. അതിനുശേഷം 2 വർഷം ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയി. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. ഇവിടെ ഇരുന്നപ്പോഴെനിക്ക് മനസ്സിലായില്ല കുട്ടിയാണെന്ന്. ടീച്ചർ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക്, അന്നേരം ആ മുഖം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ജീവിതത്തിൽ കിട്ടുന്ന ഒരു അപൂർവ നിമിഷമാണിത്. ഓർക്കെല്ലാവിധ ഭാഗങ്ങളും ഉണ്ടാകട്ടെ. മിസ്റ്റർ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർമ്മയോഗത്തിൻ്റെ ഭാഗമായി വസ്ത്രങ്ങൾ. നമ്മുടെ ബഹുമാനപ്പെട്ട എൻ്റെ കോ ഗൈഡായ ഡോക്ടർ സാവന്ത് സാർ, പ്ലീസ് കം. സാറിനെ Honorable Vice Chancellor Sir, Dr. Jagati, Honorable Atmadev Damodaran Sir, Guru, Yog Guru, and യോഗ എന്ന് പറയുന്നത് സ്ഥൂലം മാത്രമല്ല, സൂക്ഷ്മവും കൂടിയാണ്. അത് രണ്ടും കൂടി ചേർന്ന് ബാലൻസ് ചെയ്യിക്കുന്ന ഈ സംഘർഷഭരിതമായിട്ടുള്ള നമ്മുടെ ജീവിത ചുറ്റുപാടിൽ, നാടിൻ്റെ ചുറ്റുപാടിൽ, സംസ്ഥാനത്തിൻ്റെ ചുറ്റുപാടിൽ, ലോകത്തിൻ്റെ ചുറ്റുപാടിൽ നമുക്ക് ഇല്ലാതെ പോയിട്ടുള്ള ഒന്നാണ് സൂക്ഷ്മവും സ്ഥൂലവും തമ്മിലുള്ള സന്തുലനാവസ്ഥ. ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഞങ്ങൾക്കും ആനന്ദമയ യോഗ സെൻ്ററിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും സമയം പോയതുകൊണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, ക്ഷമിക്കണം. ഇവിടെ വന്നു ചേർന്നിട്ടുള്ളതും വന്നു പോയവരും മെസ്സേജ് തന്നവരുമായ എല്ലാവർക്കും, ഇവിടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറയുന്നു. മാഡം, ചെറിയൊരു സമ്മാനം, സ്നേഹ സമ്മാനം. About 6,000 or 7,000 years ago, where were we? We were in the forest. And what was our food?
fruits, nuts, and roots. Okay, agreed. When we started eating cereals, dhanyangal, rice, wheat, when we started eating rice and these things, when we started living as a community, we started agriculture. When we started agriculture, our food habit completely changed from fruits, roots, and nuts. Our body, the anatomy and the physiology is designed in such a way to get, digest, assimilate, and utilize the nutrients we get from the fruits, nuts, and roots. And what is the basic difference between the fruits, nuts, and roots and the cereals now we are consuming? ഈ സംസ്കാരത്തിൽ പല സ്ഥലങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ പല ആചാര്യന്മാരായിട്ട് വ്യത്യസ്ത ഹീലിംഗ് സിസ്റ്റംസ് ഡെവലപ്പായി വന്നിട്ടുണ്ട്. പലതിൻ്റെയും കാലം നമുക്ക് നിർണ്ണയിക്കാൻ പോലും പറ്റാത്ത അത്രയും പഴക്കമുണ്ട്. പലതും ആദ്യമായി അഡ്വക്കേറ്റ് ചെയ്ത ഋഷി ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആചാര്യൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ പറയാൻ തന്നെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഭാരതത്തിൽ നിന്നും ഉടലെടുത്ത ഹീലിംഗ് സിസ്റ്റത്തിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ചൈനയിലും ജപ്പാനിലും തായ്ലൻഡിലും ഒക്കെ ഇതുപോലെ അവരുടേതായിട്ടുള്ള സമ്പ്രദായങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ പല സമയത്തായി വികസിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പ്രഷറുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു പ്രഷർ. ദാറ്റ് ഈസ് കോൾഡ് കോ കോൺട്രാക്ഷൻ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് പോലെയല്ല. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പ്രഷറുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു So look at how now this is a lot more easier for the patient. Okay. அப்போ எனக்கு ஒரு ஹோப்பு கொடுத்தாயிருந்து, நீங்கள் போகும்போதும் அங்கோட்டு நடக்கும்போதும் தாழ விழுந்தாலும் யாரெങ്കിലും ഉണ്ടെന്ന്. But here is the catch. She is going to walk backwards. നമ്മുടെ ടെൻഷൻ ഇതൊക്കെ നമ്മുടെ അബ്ഡോമനിൽ ചെയ്യും. അപ്പോൾ അവിടുത്തെ ഒരു മസാജിങ് കൊണ്ട് നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ബീയിങ് സ്റ്റുഡൻസ് ഓഫ് പ്രാണായാമ നമുക്ക് കൃത്യ വേർഡിൻ്റെ അർത്ഥം തന്നെ അറിയണം. പ്രാണായാമ ഈവൻ ദോ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ബൈ ദി റെസ്പിറേറ്ററി മസിൽസ്, റിബ്കേജ് എക്സ്പാൻഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇൻഹലേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദി എയർ ഈസ് ഇംബൈബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. അതിൽ ഓൺ ആൻ ആവറേജ് 21,600 ബ്രെത്ത്. തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ. കഴിച്ചു പോട്. ഹാ തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ, തിന്താരേ തിന്താരേ ദഗ തിന്തക താരാ. ആ ഏറേൻ്റെപ്പം ഏറപ്പ ഏറേൻ്റെപ്പ ഹേയ് ഹേയ് ഏറേൻ്റെപ്പം ഏറപ്പ ഏറേൻ്റെപ്പ. ആ കുട്ടനട്ടിപ്പദം കൊത്തിന് പോകും വട്ടം കൂടുന്നവർ പട്ടിണിക്കാർ, അച്ഛനളിയണങ്ങരും കുട്ടൻ മച്ചനും ആരും മുന്നത്തുകൂടി. ദിനന്തകദിന്ദിനന്തകദിന്ദിനന്താറൂതാരാ, 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 ദിനന്തകദിന്ദിനന്തകദിന്ദിനന്താറൂതാരാ. എടിക്കൊച്ചേ പൊണ്ണു കൊച്ചടി മാതകി കൊച്ചേതാരാ, എടിക്കൊച്ചേ പൊണ്ണു കൊച്ചടി മാതകി കൊച്ചേതാരാ. ദച്ചായൻ്റെ പൊന്നച്ചായൻ്റെ തോട്ടം കേറിലച്ചോതാരാ, ദച്ചായൻ്റെ പൊന്നച്ചായൻ്റെ തോട്ടം കേറിലച്ചോതാരാ. നമ്മുടെ ഓരോ ആക്ടിവിറ്റിയിലും നിസ്സാരമാണെന്ന് തോന്നുന്നെങ്കിലും കുറച്ച് സ്ട്രെയിൻ ആയില്ലേ.
നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. നിങ്ങളാണ് ഇനി കളിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ സംശയം, നമുക്ക് അനാറ്റമി, ഫിസിയോളജി, രണ്ട് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ 2 സംഗതികളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് റെസ്പെക്റ്റ്. എൻ്റെ ഇപ്പോഴത്തെ കൺസെപ്റ്റാണ് പറയുന്നത്. ദാറ്റ് സ്റ്റാൻഡ്സ് ഫസ്റ്റ്. സ്നേഹത്തിൻ്റെ മേലെ നിൽക്കേണ്ടത് മ്യൂച്വൽ റെസ്പെക്റ്റാണ്. എനി റിലേഷൻഷിപ്പ്. രണ്ടാമത്തെ സ്നേഹം. ഈ സ്നേഹം എന്നുള്ളത് എപ്പോഴും നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഒരു അൺകണ്ടീഷണൽ ലവ്. സത്യത്തിൽ പ്രകാശം ഗുരുക്കൾക്ക് ആരോഗ്യ പ്രശ്നം കൊണ്ട് മാഡമാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നാലും ഗുരു ബത്തി വലിയൊരു സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും വിഷമമുണ്ട്. നിങ്ങൾക്കും അത് ഗുണം കിട്ടും. ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പ്രകാശം ഗുരുക്കളെ പറ്റി പറയും, ആത്മദിവസാനെ പറ്റി പറയും, അങ്ങനെ ഒരുപാട് പേരെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. ഞാൻ വിചാരിക്കുന്നത് ആ നന്മ നിങ്ങൾക്കും കിട്ടണം, ഞങ്ങൾക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടണം എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. സോ കൂടുതൽ സമയം കളയുന്നില്ല. നേരത്തെ പറഞ്ഞ പ്രകാശം ഗുരുക്കൾ എന്ന് പറയുന്ന ആ മനുഷ്യനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഗുരുക്കൾ പ്ലീസ്. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. അതിനുശേഷം ശിവയോഗത്തിൻ്റെ ക്ലാസ് ഹ്രസ്വമായ രീതിയിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത് പോലെ നടപ്പിലാകും. ഡോക്ടർ ആതിര, ഡോക്ടർ ശ്രീലക്ഷ്മി, ഹരിത, നന്ദ, അജിത, നാഗലക്ഷ്മി, രാം മോഹൻ ബാബു, സാർ ആത്മ സാർ എഴുതി പോയി സാറേ, എഴുതി വെച്ചു. ഇതിന് ഉപയോഗം നമ്മൾ ഏൽപ്പിച്ചിട്ട് പോയി അവൻ എഴുതി. അങ്ങനെ ബിജു പറഞ്ഞതുപോലെ വളരെ വിശാലമായ സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി വളരെ ഹ്രസ്വമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. ശിവയോഗം ബിജു എല്ലാം പഠിച്ചതാണ്ട് 10-15 ദിവസം കൊണ്ടാണ്. അതെ, 10-15 കൊല്ലം കൊണ്ടാണ്. അത് 1-1.5 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് മഹത്തായ ഒരു വിഷയമാണ്. എങ്കിലും അതിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് പറഞ്ഞു തീർക്കുവാൻ ഇവിടെ കഴിയും. ബിജു സാറ് ക്ലാസ്സിൽ എപ്പോഴും പ്രകാശം ഗുരുക്കളുടെ കാര്യം പറയും. അപ്പോഴൊക്കെ കാണാൻ നല്ല ഒരു 2 ദിനങ്ങളാണ് നമുക്ക് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരുപാട് നല്ല ക്ലാസ്സുകൾ
ചെയ്യുന്നുണ്ടോ? നമ്മളൊരു ഒരു ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാഴ്ച കണ്ടിന്യൂ ഞാൻ ഈ സെഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഒട്ടും എല്ലാ ദിവസവും പറയുന്ന ഒരു ഗുരുവാണ് പ്രകാശൻ ഗുരുക്കള്. ഈ യോഗയിലേക്ക് വന്ന് അത് കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ 11 വർഷമായിട്ട് യോഗ ചെയ്യുന്ന ആളാണ്. വളരെ യോഗ ഏകാഗ്രതയോടുകൂടി നല്ല രീതിയിൽ ഈ ഒരു സെമിനാർ ഇവിടെ നടന്നു. SIR എന്ന് പറഞ്ഞ ഒരു വലിയ മാരകമായ ഒരു വിഷയത്തിനിടയിലാണ്